ഒരു ഇതും കൂടി മതിട്ടാ. നമ്മുടെ ദുബായിലെ നമ്മുടെ കറിവേപ്പ് മരോട്ടാ. കറിവേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അത്ര എനിക്കും ഫേവറേറ്റ് ആണ് കേട്ടോ കറിവേപ്പ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ദുബായിലാണെന്ന് വെച്ചിട്ട് നമുക്ക് പെണ്ണ കാച്ചാനൊക്കെ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്കാണെങ്കിലും ഇപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിലും നമ്മളടുത്ത് ചോദിച്ചിട്ട് ഒക്കെ കൊണ്ടുപോകാറുണ്ട് ഈ കറിവേപ്പും. അതുപോലെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടെന്നുള്ളൊരു നമ്മുടെ വീട്ടിൽ ഇതൊക്കെ വേണം. അത്യാവശ്യമായിട്ട് ഒരു വീടായിട്ടുണ്ടെങ്കിൽ കറിവേപ്പ് വേണം, ഒരു മൈലാഞ്ചി വേണം, ഒരു മുരിങ്ങ മരം വേണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്കാണെങ്കിലും ഇവിടെ ദുബായിലായതുകൊണ്ട് ഇതൊക്കെ നടക്കൂല എന്നുള്ളൊരു തോന്നലാണല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെയോ ഇതുവരെയൊക്കെ ഞങ്ങൾക്ക് അതൊക്കെ ഉണ്ട് നമ്മുടെ ആവശ്യത്തിന്. ഇപ്പോൾ ഇങ്ങനെ അല്ലേ, ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കാറ്റിന് ശക്തി കൂടും. അങ്ങനെ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മുരിങ്ങമരുണ്ട്. മുരിങ്ങ കായ് ഉണ്ടായിക്കണ്. പക്ഷെ അത് ചെറിയ കായ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലേ. അതായത് കായ് ഇത്തിരി വലുതായിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ വളഞ്ഞ് തൂങ്ങി പെട്ടെന്ന് ഒടിഞ്ഞു വീഴും കേട്ടോ. ഇപ്പം ചെറിയ കായ ആയതുകൊണ്ട് അതങ്ങനെ നിന്ന് ആടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് ഈ കറിവേപ്പൊക്കെ പറിച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചാൻ പോവാണ് കേട്ടോ. വെളിച്ചെണ്ണ കാച്ചാൻ പോവാണ്. മതി ധാരാളം. പിന്നെ കറിവേപ്പ് മാത്രം മതിയാ? മൈലാഞ്ചി ഇല ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ കറിവേപ്പ് ഉണ്ടല്ലോ. മഴക്ക് പെയ്തിട്ട് നല്ല പൊടിയൊന്നും ഇല്ലാണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പാണേ. നമുക്ക് മൈലാഞ്ചി വേണോ? ഇവിടെ മൈലാഞ്ചിയാണ് കാണുന്നത്, കണ്ടോ? മൈലാഞ്ചിയില വേണോ വേണ്ടോ എന്നാണ് കേട്ടോ. കറിവേപ്പിനോടാണ് താല്പര്യമുള്ളൂ. ചിലർ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങാറുണ്ട് മൈലാഞ്ചിയില. എണ്ണ കാച്ചാൻ തരുമോന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നമുക്ക് പോവല്ലേ? നല്ല കാറ്റും നല്ല വെയിലും. കാച്ചിക്കോളോ മുടിന്ന് വരട്ടെ.